അന്വേഷിക്കാം. ഇപ്പോൾ ഗോപിയുടെ മകൻ സദാനന്ദൻ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സദാനന്ദൻ, പോലീസുമായിട്ടുള്ള മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ സ്റ്റേഷനിലായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ കല്ലറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് കൈമാറിയോ? നോട്ടീസ് കേൾക്കാമോ? ടി വി മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരമോ നടന്നിട്ടുണ്ടോ അധികൃതരുമായി? കല്ലറ പൊളിക്കുന്നത് ഇത് കല്ലറയെന്ന് നമുക്കത് പറയാൻ പറ്റൂല. നമ്മളിപ്പോ കല്ലറയെന്ന് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റൂല. നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ കല്ലറയെന്ന് അതിനെ പറയുന്നത്. നമുക്കത് സമാധി മണ്ഡപം എന്നാണ് നമ്മൾ അതിനെ പറയാനുള്ളത്. പറഞ്ഞോളൂ, അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം അറിയിച്ചോ അധികൃതർ? നാളെ അത് പൊളിക്കുന്നതിനുള്ള ഇത് ഞങ്ങളടുത്ത് അതിന് നോട്ടീസ് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊളിക്കുന്നതിനോട് ഞങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. കാര്യം ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യ മനോഭാവം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറ്റൂല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ക്ഷേത്രത്തില് ഇപ്പോ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വെളിയിലുള്ള മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന് തകർക്കാനായിട്ട് ഇതിനകത്ത് കയറി അടിയുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ പ്രശ്നത്തോടെ ഇതാരാണ് ഇതില് ഏറ്റവും എന്താ പറയാ ഇതിപ്പോ ഇതാണ് ആരാണ് ഇതിന്റെ പുറകില് തെറ്റായിട്ട് ആരാണ് പുറകിൽ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. കാര്യം മുസ്ലിങ്ങൾ തന്നെയാണ്. കാര്യം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്റെ അച്ഛന്റെ സമാധിയോടനുബന്ധിച്ച് വീട്ടിൽ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സദാനന്ദൻ, ഇതിപ്പോ ഒരു പരാതി കിട്ടുമ്പോൾ നിയമത്തിന്റെ വഴിയെ നീങ്ങണമല്ലോ. അപ്പോ അതിന് തടസ്സം നിൽക്കുക സാധ്യമാകുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഞാൻ അത് പറഞ്ഞു തരാം. ഇപ്പോ ഇത് ശിവൻ കോവിലുള്ള അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നാണ്. അപ്പോ ഈ ക്ഷേത്രം വരുമ്പോഴേ എപ്പോഴും നാഗരുടെ പ്രതിഷ്ഠയും കൂടെ അത്യാവശ്യമായിട്ട് വേണം. അപ്പോ ഞങ്ങള് ഇപ്പൊ നാഗരുടെ പ്രതിഷ്ഠ നമുക്ക് ചെയ്യണം. അപ്പോ ഞങ്ങള് അത് സ്ഥാനം നോക്കിയ സമയത്ത് നമ്മുടെ ഇപ്പോ റോഡിനവിടെ ഇറങ്ങി വരുന്നതിന്റെ ആ എൻഡിലായിട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പൊ നാഗരുടെ പ്രതിഷ്ഠ ഞങ്ങൾക്ക് അവിടെ ചെയ്യണമായിരുന്നു. അപ്പോ അവിടെ സ്ഥാനം നോക്കിയപ്പോ അവിടെ മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പോ അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ സമയത്ത് ഞങ്ങളുടെ ഇതിന് വിരോധിയായിട്ട് നിന്നത് മുസ്ലിം ആൾക്കാരാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗരുടെ പ്രതിഷ്ഠ ചെയ്യുന്നിടത്ത് മുസ്ലിങ്ങളുടെ സ്ഥലമാണത്. മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. അന്ന് തൊട്ടേ കളക്ടർ ഓഫീസിലും നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലും അന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വൻ അന്നും ഇതുപോലത്തെ ഒരു വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ എന്റെ അച്ഛൻ തരണം ചെയ്തിട്ട് ആണ് കാര്യങ്ങളെല്ലാം അന്ന് മംഗളകരമായിട്ട് ആ നാഗരുടെ പ്രതിഷ്ഠ അവിടെ അച്ഛൻ ചെയ്തതും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് തന്നെ ഇത് ഉണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ ഇത് അവര് ഏതെങ്കിലും ഒരു പ്രശ്നത്തില് എന്തെങ്കിലും നമ്മുടെ കൊടുക്കാനായിട്ട് അവര് നോക്കിയിരുന്ന സമയത്ത് ആണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലാതെ എന്റെ അച്ഛൻ സമാധി ആവാത്ത ഒരു അച്ഛനൊന്നുമല്ല, സമാധി ആയിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു തരാം. എന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മരുത്തമലയിൽ അവിടെ ആശ്രമമുണ്ട്. അവിടുത്തെ ആശ്രമം അയ്യാ വൈകുണ്ഠ സ്വാമികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാവിമുണ്ടും കാവി ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ആദ്യത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യയുടെ പ്രതിഷ്ഠയാണ്. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യാ വൈകുണ്ഠ ആശ്രമത്തിൽ ആരെങ്കിലും സമാധിയാകുമ്പോൾ അച്ഛനും കൂടെ പോയി കർമ്മങ്ങളെല്ലാം നടത്തുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആറാലുമൂട് എന്നുള്ള ആദ്യത്തെ ക്ഷേത്രം അഗസ്ത്യരുടേത്, രണ്ടാമതാണ് ശിവന്റെ പ്രതിഷ്ഠ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അച്ഛൻ ഒരു സന്യാസി, ഒരു പോറ്റി മാത്രമായിരുന്നില്ല, ഒരു സന്യാസി കൂടെ ആയിരുന്നു. അപ്പൊ ഈ സന്യാസിയുടെ കർമ്മ ആ മക്കളെടുത്ത് ഞങ്ങളിപ്പോ ആരെയും വിളിക്കാത്തതിന്റെ കാരണം അതും കൂടെ ഞാൻ പറഞ്ഞു തരാം.
ഇപ്പോ ആരെയും വിളിക്കാതെ കർമ്മം ചെയ്തതിന്റെ കാര്യം കൂടെ ഞാനിപ്പോ പറഞ്ഞു തരാം. എന്ത് കേട്ടില്ല? പറഞ്ഞോളൂ. അത് അച്ഛൻ പറഞ്ഞ താല്പര്യം അനുസരിച്ചാണ് എന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെ അതൊരു ബില്ലാക്കി സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞത് ഒരു രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ രേഖയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തും പിന്നെ അനിയന്റെ അടുത്തും എന്റെ അടുത്തും കറക്റ്റായിട്ട് അച്ഛൻ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതൊരു രേഖയാക്കിയിട്ടില്ല. കാര്യം അമ്മയുണ്ടല്ലോ, നമ്മുടെ ജീവനോടെ ഇരിക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മ ഇപ്പോഴും ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോ എന്തായാലും അതിൽ ഇങ്ങനെ ഒരു സംശയം നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം കിടപ്പ് രോഗിയായിരുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറയുന്നത് പോലെ സമാധിയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് അല്പം അവിശ്വസനീയമാണ് എന്ന് നാട്ടുകാർക്ക് തോന്നുകയാണ്. അവർ പരാതി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ നിയമ നടപടികൾ നടക്കുകയാണ്. ഇപ്പോ അതിന്റെ നോട്ടീസ് കൈപ്പറ്റിയാൽ അതിനെ നിയമപരമായി നേരിടുക, അത് തടയാൻ നിയമപരമായ വഴികൾ തേടുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ അവർക്ക് അങ്ങനെ പൊളിക്കണമെന്ന് അവർ ശാഠ്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിന്റെ വേറെ രീതിയിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും. കാര്യം അത് എന്താണെന്ന് ഞാനത് പിന്നെ പറയാം. കാര്യം അത് പൊളിക്കാനായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. അത് നമ്മുടെ ഹിന്ദു ഐക്യവേദി അവരെല്ലാരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധി ആയിരിക്കുന്ന ഒരു ശിവക്ഷേത്രത്തിന്റെ അമ്പലത്തിൽ സമാധിയായ ഒരാളുടെ അത് ഒരിക്കലും അങ്ങനെ സമാധിയായത് എങ്ങനെ പൊളിക്കുമെന്നാണ് ചോദിക്കുന്നത്. അല്ല, അവർക്ക് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ നിയമത്തിന്റെ വഴിയെ നീങ്ങണമല്ലോ. ഇപ്പോൾ ഒരു മരണം സംബന്ധിച്ച് ഒരു ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയമാക്കണം. ഇല്ല, അങ്ങനെ ഞങ്ങള് ഇല്ല അത് ഒരിക്കലും പൊളിക്കാനും സമ്മതിക്കത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അതിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി സ്റ്റേ വാങ്ങാനോ ഒക്കെയുള്ള നീക്കമാണോ നിങ്ങൾ നടത്തുന്നത്? അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നോ? ഞാൻ അതിന്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. പക്ഷെ അത് പൊളിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതെങ്ങനെയാണ്? അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കായികമായി നേരിടുമെന്നതാണോ നിങ്ങളുടെ തീരുമാനം? തീർച്ചയായിട്ടും. അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകില്ലേ? അത് സംഘർഷത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഡം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തെന്ന് ഞാൻ ഒരു കാര്യമുണ്ട്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് മുസ്ലിങ്ങൾ അടിയിക്കുന്നത് ശരിയാണോ അല്ലേ? ഇപ്പോ ഹിന്ദു മുസ്ലിം ഞാൻ ചോദിച്ചത്. താങ്കളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടായി, അവിടെ നിയമ നടപടികൾ നടക്കുന്നു. മറ്റൊരു മുസ്ലിമിന്റെ വീട്ടിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അവിടെയും അത് നടക്കും. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ അവിടെയും നടക്കും. ഏത് മതത്തിൽ പെട്ടവരായെങ്കിലും ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുന്നത് എന്തിനാണ്? മേഡത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂല എന്തോ? ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ പോലും കണ്ടിട്ടില്ല അവരെ. ഈ ഏരിയ വിട്ടിട്ടുള്ളവരാണ്. അപ്പൊ മനഃപൂർവ്വം അവര് ഈ നാടുടെ പ്രശ്നം വെച്ചിട്ട് പണ്ടത്തെ വാശിയും ഇപ്പോഴത്തെ വാശിയും എല്ലാം കൂടെയാണ്. ഞാൻ മേഡത്തിന് ഇവിടുത്തെ വിഷയങ്ങൾ കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ആ വിഷയങ്ങളൊക്കെ വേറെയാണല്ലോ. ഇപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിനെ വ്യത്യസ്തമായി കാണണ്ടേ? ഇതിപ്പോ നിങ്ങൾ ആരോപണ വിധേയരായി നിൽക്കുകയല്ലേ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് സംശയമായി നിൽക്കുന്നു. അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു, അദ്ദേഹം നടന്നു വന്നു എന്ന് നിങ്ങൾ പറയുന്നു. മാത്രവുമല്ല, കിടപ്പ് രോഗിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പലപ്പോഴും മക്കൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നും ചീത്ത പറയാറുണ്ടായിരുന്നു എന്നും പറയുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിൽക്കുന്ന വിശംബരം ഞാൻ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മേഡം എന്റെ അടുത്ത് നാളെ ലൈവായിട്ട് വന്നു കഴിഞ്ഞാല് മേഡം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ വിശംബരന്റെ ലൈവ് കാര്യം എന്ന് പറയുമ്പോൾ ഈ വിശംബരനാണ് ആ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതും എന്റെ അച്ഛനെ കുറിച്ചുള്ള വൃത്തിയോട് പറഞ്ഞത്. ഞാൻ ഇന്ന് നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ പോയിട്ട് ആരാണ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ വിശംബരന്റെ ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. നാളെ വന്നോളൂ മേഡം. ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിശംബരന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്യാനാണ്, റേറ്റിംഗ് കൂട്ടാനാണ് എന്നെ വിളിച്ചിട്ടെന്നുണ്ടെങ്കിൽ ഇത് നടക്കൂല. ഇത് ശരിയാകുന്ന പരിപാടിയല്ല. നല്ല രീതിയിൽ നല്ലവണ്ണം സംസാരിക്കുക, പറഞ്ഞാൽ മനസ്സിലാക്കണം. നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം.
റേറ്റിംഗ് കൂടാനാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. ഇതിനാണോ എന്നെ വിളിച്ചത്? ഞാൻ ചോദിക്കണത് ഇതിനാണോ എന്നെ വിളിച്ചത്? മേഡം, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മേഡം നാളെ ഇവിടെ പറഞ്ഞാൽ എനിക്ക് ആ മേഡത്തിനോട് എനിക്ക് സംസാരിക്കണം. ഈ വിഷമന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. മേഡം ഇപ്പൊ പറഞ്ഞതിന്റെ ഞാൻ ബാലൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. മേഡത്തിനാണ് ഇതൊരു അവസ്ഥ വരുന്നതെങ്കിൽ മേഡം ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ പറയുന്നതിലാണ് സത്യമെങ്കിലും നിങ്ങൾ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ അച്ഛന്റേത് സ്വാഭാവിക മരണമാണോ അതോ ഒരു കൊലപാതകമാണോ എന്ന സംശയം ഇതിന്റെ പിന്നിലുണ്ടല്ലോ. അപ്പോൾ അത് ആ സംശയം മാറ്റിക്കൊടുക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ സത്യസന്ധരാണ് എന്ന് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. അപ്പോൾ അത് എന്താണോ അതിന്റെ നടപടികൾ അത് നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയല്ലേ വേണ്ടത്. ഞാൻ മേഡത്തിനോട് വീണ്ടും വീണ്ടും ചോദിക്കണം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുസ്ലിം ഇവിടെ വന്നിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് മേഡം അതിന്റെ ഉത്തരം എന്താ? എനിക്ക് ആദ്യം മേഡം അതിന്റെ ഉത്തരം എന്താ? ഇവിടെ വരുന്ന നാട്ടിൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ വീട്ടിനടുത്തുള്ള നാട്ടുകാരാണ് എന്റെ അടുത്ത് ഈ മറുപടി ചോദിച്ചിരുന്നു എങ്കിൽ എനിക്ക് സന്തോഷം വേണ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെങ്കിൽ എതിർപ്പൊന്നും പറയില്ല. എന്തിനാണ്? എനിക്കറിയാവുന്ന ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ അയൽവക്കം എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുസ്ലിം ഇവിടെ ഞാൻ ചോദിക്കുന്നത് അവിടെ ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ എന്തെങ്കിലും പറഞ്ഞോ എന്നതല്ല. ഇന്ന് കളക്ടറും RDOയും മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ വന്നത് അത് തുറന്ന് പരിശോധനയ്ക്കായാണ്. അവരുടെ ജാതി തിരക്കേണ്ട കാര്യമില്ലല്ലോ. അവർ നമ്മളുടെ നാട്ടിലെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിന് തടസ്സമുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഇടപെടലുണ്ടായി. എന്തിനാണ് അതിന് പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ആവശ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല മേഡം. ഞാൻ ഇതിൽ നിന്ന് എന്താ പറയാ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ആ നടപടികൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മേഡം ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറയണം മേഡം. ഞാൻ വീണ്ടും പറയണം. ഒരു മുസ്ലിം ഞാൻ ചോദിച്ചു ഹിന്ദു ക്ഷേത്രത്തിൽ നിന്ന് അടിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? പറയും മേഡം പറയും. ക്ഷേത്രത്തിൽ ആരും വന്ന് അടിയുണ്ടാക്കിയില്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങളല്ലേ അടി വാങ്ങിച്ചത്? അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ ശ്രീ സദാനന്ദൻ? ഇപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത മാത്രമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ആ ദുരൂഹത മാറ്റുന്നതിനുള്ള നടപടികളുമായി സഹകരിക്കണം എന്നുള്ള കാര്യം മാത്രമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മറ്റെന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമോ കടന്നുകയറ്റമോ അല്ലെങ്കിൽ അക്രമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പോലീസിന് പരാതി കൊടുക്കണം. നിയമ നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അത് വേറെ വിഷയമാണ്. മേഡം ഇതെന്തിനാ എന്നെ വിളിച്ചത്? അല്ല ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് അറിയേണ്ടതൊന്നേ ഉള്ളൂ. നാളെ ഈ നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ഇതുമായി സഹകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്കറിയാം. പിന്നെ സഹകരിക്കൂല. സഹകരിക്കാതിരുന്നാൽ അവർ അവരുടേതായ വഴി നേടും. നിങ്ങൾ നിയമപരമായി അതിനെ നേരിടാനാണോ നീക്കം എന്നതാണ് എന്റെ മറ്റേ ഒരു ചോദ്യം. നിങ്ങൾ കോടതിയെ സമീപിക്കാൻ പോകുന്നുണ്ടോ? ഇതിന് സ്റ്റേ മേടിക്കാൻ നിങ്ങൾ നീക്കം നടത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞങ്ങള് ഇന്ന് നേരത്തെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ള സമയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിനുള്ള സമയം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ശരി പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്ന രീതിയിലാണ് ഇടപെടൽ. അതുകൊണ്ടാണ് ഇന്ന് മടങ്ങിപ്പോകുന്നതെന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. പക്ഷേ ഈ നടപടികൾ തുടരുമെന്നും അതിന് അവർക്ക് നോട്ടീസ് നൽകിയതിനു ശേഷം അവർക്ക് ഈ ഓർഡറിന്റെ കോപ്പി നൽകിയതിനു ശേഷം ആ നടപടികൾ തുടരുമെന്നുമാണ് കളക്ടർ അറിയിച്ചത്. ഞാൻ അതിഥികളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം.